ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ബാഗിനകത്ത് തുണികളും ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും നമ്മൾ താക്കോലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ കിടന്നാൽ ഭയങ്കര പാടായിരിക്കും എടുക്കാൻ. അപ്പോൾ ഇതേപോലെ പിന്ന് കുത്തി നമ്മൾ അകത്തൊരു സൈഡിൽ പിന്ന് കുത്തിയിട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ താക്കോൽ തപ്പിയെടുക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ആ പിന്നിനകത്തുനിന്ന് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ സാരിയിലൊക്കെ പിന്ന് കുത്തുമ്പോഴത്തേനും ആ കുത്തിയ ഭാഗം പാട് വീഴും, അത് നൂലൊക്കെ വലിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി. സോപ്പിനകത്ത് കുത്തി വയ്ക്കുക. അപ്പോൾ സോപ്പിനകത്ത് ഇതേപോലെ പിന്ന് കുത്തിയതിന് ശേഷം നമുക്ക് സാരിക്കകത്ത് കുത്തുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അത് നമുക്ക് കുത്താനും പറ്റും. അതുമാത്രമല്ല, നൂലൊന്നും വലിയാതെ തന്നെ നമുക്ക് സാരി എന്നല്ല, നമുക്ക് ഏത് ഡ്രസ്സിലാണേലും നമുക്ക് ഇതേപോലെ പിന്ന് വളരെ എളുപ്പത്തിൽ കുത്താനും അതേപോലെ നൂലൊന്നും വലിയാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനൊന്ന് കുത്തി കാണിക്കാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാരിയിൽ നമ്മൾ പിന്ന് കുത്തുമ്പോഴത്തേനും എങ്ങനെയാണേലും അതിൻ്റെ നൂലൊക്കെ അങ്ങ് വലിയുകയും ചെയ്യും. പിന്നെ ആ ഭാഗം വെച്ച് അതങ്ങ് കീറിപ്പോകാനൊക്കെ ചാൻസും ഉണ്ട്. അപ്പം നമ്മൾ സോപ്പിനകത്ത് കുത്തിവെച്ച പിന്നെ പെട്ടെന്ന് തന്നെ ഇതേപോലെ അങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്യും. നമുക്ക് എവിടെ വേണേലും കുത്തുകയും ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ബ്രഷ് പ്ലാസ്റ്റിക്കിൻ്റെ ചൂലില്ലേ, അപ്പോൾ അതിനകത്തു നിന്നാണ് ഞാനൊരു നാരെടുക്കുന്നത് സൂചി കോർക്കാൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് സൂചി കോർക്കാൻ പറ്റും. അതിൽ നിന്നൊരു നാര് നമ്മളെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ആ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം ചെറിയ സൂചിയിലാണ് ഞാൻ നൂല് കോർത്ത് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ നൂല് കോർക്കാനാണെങ്കിൽ കുട്ടികൾക്കാണേലും അതേപോലെ നമ്മൾ കണ്ണ് കാണാത്ത മുതിർന്നവർക്ക് വേണേലും നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് സൂചി കോർക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ആ മടക്ക് ഭാഗം നമുക്ക് സൂചിയുടെ ദ്വാരത്തിനകത്ത് കയറ്റിവിടാം. എന്നിട്ട് നമുക്ക് ഏത് നൂലാണോ കോർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ മടക്ക് ഭാഗത്തുനിന്ന് നമുക്ക് നൂലകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ കോർക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് കാണുമ്പോൾ വളരെ പ്രയാസമായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ചെയ്യുമ്പോഴത്തേന് വളരെ ഈസി ആയിട്ട് തന്നെ കോർത്തെടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് അങ്ങ് വലിച്ചു മാറ്റുമ്പോഴത്തേനും നൂലതിനകത്തോട്ട് ഇറങ്ങും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെറിയ സൂചി, നമുക്ക് എത്ര ചെറിയ സൂചിയാണേലും ഏത് രാത്രിയാണേലും നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഏത് നൂല് വേണേലും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു നൂല് മാറ്റിയിട്ട് ഇപ്പോൾ അടുത്ത നൂല് കോർക്കണമെങ്കിൽ തന്നെയും നമുക്ക് ഇതേപോലെ പെട്ടെന്ന് കോർത്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ചാക്കിൻ്റെയൊക്കെ നാരില്ല എങ്കിൽ നമ്മളിതേപോലെ ബ്രഷിൻ്റെ ചൂലിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇതെടുത്താൽ മതി. കണ്ടോ? അപ്പോൾ ഞാനൊന്നുകൂടെ കാണിക്കുകയാണ്. അപ്പോൾ വേറെ നൂല് വേണേലും നമുക്കിതിനകത്ത് കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞാലും ഇതേപോലെ കോർത്ത് തരും. അതല്ല എങ്കിൽ നമുക്ക് തന്നെ രാത്രി കണ്ണ് കാണാത്തവർക്കാണെങ്കിൽ തന്നെയും നമുക്ക് എത്ര നൂല് വേണേലും നമുക്ക് കോർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ഞാൻ ടിപ്പ് കാണിക്കുന്നത് നമുക്ക് സ്ക്രബ്ബറിനകത്താണ്. അപ്പോൾ അതും ഇതേപോലെ ഒരു തുമ്പെടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കുക. ഒരു തുമ്പെടുത്തിട്ട് ഒരു കഷ്ണം മതി, ഞാനിപ്പം അതേപോലെ വെച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുമ്പെടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കതിനകത്തോട്ട് ഏത് നൂലാണോ എന്ന് വെച്ചാൽ അതിനകത്തോട്ട് കോർത്ത് കൊടുക്കുക. ഇപ്പോൾ സ്ക്രബ്ബറിനകത്തുനിന്ന് മുറിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ആ ഒരു കഷ്ണം അതിനകത്തുനിന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടോ ഇതിനകത്തുനിന്ന് കോർത്തെടുക്കാം. എന്നിട്ട് നമ്മൾ അത് വലിച്ചെടുക്കുമ്പോഴത്തേനും അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ്. കണ്ടോ? ആ തുമ്പ് ഭാഗം ഒന്ന് മടക്കിയിട്ട് ആ തുമ്പിനകത്തൂടെ വേണം നമ്മൾ നൂല് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് സ്ക്രബ്ബറിൻ്റെ ആ കമ്പി അങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പോൾ നൂല് ആ ദ്വാരത്തിനകത്തോട്ട് ഇറങ്ങിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ആർക്കും എത്ര എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ സൂചി കോർത്തെടുക്കാവുന്നതാണ്. നമുക്കിതിങ്ങനെ എല്ലാവർക്കും കോർത്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക.
അപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ കാണിച്ചതാണ്, ഉണ്ടോ. എന്നിട്ട് നമുക്ക് ആ കമ്പി അങ്ങ് വലിച്ചു മാറ്റിയാൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നൂല് കോർക്കാൻ പറ്റും. ഇപ്പോൾ എത്ര നൂല് നമുക്ക് രാത്രി വേണേലും ഓരോന്ന് തയ്ക്കുന്നതിന് ഇതേപോലെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ചൂലിൻ്റെ ബ്രഷ് വെച്ചാണേലും അതേപോലെ സ്ക്രബ്ബറിൻ്റെ ഒരു കഷ്ണം കമ്പി വെച്ചാണേലും നമുക്കിതേപോലെ കോർത്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.